ഒന്ന് എഴുതിയടാ. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ട്രാവൽ വ്ളോഗ് ആട്ടോ. അപ്പോൾ എന്നെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയും ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കോഴിക്കോട് നിന്ന് ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ നാളായി കേട്ടോ കോഴിക്കോട് പോയിട്ട്, കാരണം എനിക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്കൊരു ലീവ് കിട്ടിയ സമയത്ത് അവരെല്ലാവരും കൂടെ എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്ന ഒരു കുഞ്ഞു വ്ളോഗ് ആട്ടോ. അപ്പോൾ ഞാൻ ഉച്ചയ്ക്കാണ് ചെല്ലുന്നത്, കാരണം എനിക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ അവർക്ക് അവിടെ കുറച്ച് കോവിലുകളിലൊക്കെ പോകാനുള്ളതുകൊണ്ട് അവരതൊക്കെ കഴിഞ്ഞിട്ട് ആണ് ഞാൻ പിന്നെ അവരെ കാണാൻ വേണ്ടി പോയിട്ടോ. ചെന്നപ്പോൾ തന്നെ ഉച്ചയായി. അങ്ങനെ ഞാൻ വിചാരിച്ചെങ്കിൽ ഇവർക്കൊരു ട്രിവാൻഡ്രം സദ്യ തന്നെ കൊടുക്കാൻ വിചാരിച്ചു. കാരണം നമ്മുടെ ഏറ്റവും ഫേമസ് ആണല്ലോ നമ്മുടെ ട്രിവാൻഡ്രം സദ്യ എന്ന് പറയുന്നത്. അതുപോലെ അവർ പ്രോപ്പറായിട്ടുള്ള ഒരു സദ്യ കഴിച്ചിട്ടുമില്ല. അപ്പം നമുക്കിവിടെ ട്രിവാൻഡ്രത്തെ ഏറ്റവും ഫേമസ് ആയിട്ട് നല്ല അടിപൊളി സദ്യ കിട്ടുന്നത് നമ്മുടെ മദർ പ്ലാസയാട്ടോ, നമ്മുടെ ഓവർ ബ്രിഡ്ജിൻ്റെ താഴെയുള്ള. അപ്പം നിങ്ങൾ ആരെങ്കിലും ട്രിവാൻഡ്രത്ത് വരുന്നവരുണ്ടെങ്കിൽ അവിടെ പോയി ധൈര്യമായിട്ട് ട്രൈ ചെയ്തോളൂ. അവിടെ എപ്പോഴും ഭയങ്കര തിരക്കാണ്. പക്ഷെ ഒരു പ്രോപ്പർ സദ്യ നിങ്ങൾക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് മദർ പ്ലാസയിൽ പോവാം. അപ്പം സത്യം പറഞ്ഞാൽ ഇവർക്ക് അറിയില്ലായിരുന്നു എങ്ങനെയാണ്, കാരണം നമ്മുടെ ഇവിടെ കഴിക്കുന്നതിന് ഒരു രീതിയുണ്ട്. ചോറ് വരും, പരിപ്പ് വരും, വീണ്ടും ചോറ് വരും, സാമ്പാർ വരും. അത് കഴിഞ്ഞ് ഇവിടെ എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം ഇവർക്ക് 4 കൂട്ടം പായസം ഇന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബോളിയും പായസം, ഇവരിത് കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇവിടെ വന്നത്. കാരണം ഞാൻ കണ്ടതനുസരിച്ച് കോഴിക്കോടൊന്നും അങ്ങനെ ഇത് നമുക്ക് വളരെ റെയറായിട്ട് മാത്രമേ കിട്ടത്തുള്ളൂ. പക്ഷേ നമ്മുടെ പ്രോപ്പറായിട്ടുള്ള ഒരു ബോളിയും പായസവും നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രിവാൻഡ്രത്ത് തന്നെ വരണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ പൊതുവെ ഇവരുടെ ഒരു ഫുഡ് റേഞ്ച് എല്ലാം നല്ല ടേസ്റ്റാണ്. പിന്നെ മദർ വെജ് പ്ലാസ ഇത് സദ്യയ്ക്ക് മാത്രമല്ല, ഇവർക്ക് കുറേ വെറൈറ്റീസ് ഓഫ് ദോശകളുണ്ട്. ഇവിടുത്തെ ഏറ്റവും ഫേമസ് ദോശയാണ് ജിനി ദോശ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം സത്യമായിട്ട് ഇവരിതെല്ലാം കഴിച്ച്, ഇപ്പം നമുക്ക് കുഴപ്പമില്ല, നമ്മളിത് ഓൾറെഡി കഴിച്ച് ശീലമുള്ള ആൾക്കാരായതുകൊണ്ട് നമുക്കിത് കുഴപ്പമില്ല. നിങ്ങൾക്ക് അവരുടെ ഫേസ് കണ്ടാൽ അറിയാം, കാരണം ഇവരിതൊക്കെ കഴിച്ചിട്ട് ആകെ എന്തൊരു മത്ത് പിടിച്ചിരിക്കുക കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ നിന്ന് സൂയിലോട്ട് പോയി. പിന്നെ നമുക്ക് ഒരു പെട്ടെന്നൊരു ചില്ല് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു സ്ഥലമാണ് നമ്മുടെ മ്യൂസിയം, കനകക്കുന്ന് സൂ എന്നൊക്കെ പറയുന്നത്. ഇവർ ഓൾറെഡി 1-2 തവണ സൂ കണ്ടിട്ടുണ്ട്. എങ്കിലും ഒന്നും കൂടെ നമുക്ക്, കാരണം ഇനി കുറച്ച് ടൈമേ ഉള്ളൂ എനിക്ക് അത് കഴിഞ്ഞ് തിരിച്ച് വരണമെന്നുള്ളത് കൊണ്ട് നമ്മൾ നേരെ സൂയിലോട്ട് പോയി. അവിടെ നിന്ന് നമ്മളൊരു ഉപ്പിലിട്ട പൈനാപ്പിളൊക്കെ വാങ്ങിച്ചു. പിന്നെ കോഴിക്കോട് പിന്നെ ഉപ്പിലിട്ടതിന് ഫേമസ് ആണ്, എങ്കിലും നമ്മൾ ഇവിടെ വന്നിട്ട് ഒരു ഉപ്പിലിട്ടതൊക്കെ വാങ്ങിച്ചിട്ട് പതുക്കെ ഇങ്ങനെ നടക്കാനായിട്ട് തുടങ്ങി കേട്ടോ. അപ്പം ഞാൻ സത്യം പറഞ്ഞ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന നമ്മുടെ വാവയെ കാണാൻ വേണ്ടിയിട്ട്. അവൻ ജനിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 7-8-9 മാസമായി ഞാൻ അവനെ ഒന്ന് കണ്ടിട്ട്. പക്ഷേ സ്റ്റിൽ അവൻ ഉറക്കുമായിരുന്നു ഗൈസ്. പിന്നെ കുഴപ്പമില്ല, അവൻ ഉറങ്ങി എഴുന്നേറ്റാലേ നമുക്ക് അവനെ പ്രോപ്പറായിട്ടൊന്ന് കളിപ്പിക്കാനും കാര്യങ്ങളൊക്കെ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ അവൻ ഭയങ്കര കരച്ചിലായിരിക്കും. അങ്ങനെ പിന്നെ ഞാനും ചേച്ചിയുടെ മോനും കൂടെ പോയി ടിക്കറ്റ് എടുത്തു കേട്ടോ. അപ്പോൾ അവിടെ കുഞ്ഞുങ്ങൾക്കൊന്നും ടിക്കറ്റ് ഇല്ല. എനിക്ക് തോന്നുന്നു 12 വയസ്സ് വരെ ഉള്ളവർക്ക് ടിക്കറ്റ് എടുക്കണ്ട, ബാക്കി എല്ലാവർക്കും നമ്മൾ ടിക്കറ്റ് എടുക്കണം. അല്ല, 12 വയസ്സ് വരെ ഉള്ളവർക്ക് പകുതി ടിക്കറ്റാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ നിങ്ങൾ അവിടെ കാണുന്ന പോലെ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ അവർ പരിശോധിക്കും. കാരണം നമുക്ക് പ്ലാസ്റ്റിക് ഫുഡ് ഐറ്റംസ് അങ്ങനത്തെ ഒരു കാര്യങ്ങളും നമുക്ക് അതിനകത്തോട്ട് കടത്തിവിടാൻ അവർ അനുവദിക്കില്ല. ഞങ്ങൾ ഈ വെയിറ്റ് ചെയ്യുന്നത് ഇവന് വേണ്ടിയിട്ടാട്ടോ. ഇവൻ എഴുന്നേറ്റു, ഭയങ്കര കരച്ചിലായിരുന്നു. അവന് ഫുഡ് കൊടുത്തു കഴിഞ്ഞ് അവനെന്നാ വിശപ്പ് മാറിക്കഴിഞ്ഞ് ആശാൻ പിന്നെ അങ്ങ് ഉഷാറാട്ടോ. ഫുൾ ടൈം ഞാൻ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു, കാരണം എനിക്കിവനെ കണ്ടിട്ട് കൊതി തീരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഫുൾ ടൈം ഇവനെ എടുത്ത് ഉമ്മ വെച്ച് അവിടെ കംപ്ലീറ്റ് ഫുൾ ഞാൻ തന്നെ ആട്ടോ എടുത്തുകൊണ്ട് നടന്ന്. പിന്നെ കുറച്ച് റീലൊക്കെ എടുത്തു അവനെയും വെച്ചിട്ട്. കാരണം ഇനിയിപ്പോൾ അവനെ ഞാൻ വീണ്ടും ഒരു 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും അവനെ ഞാൻ വീണ്ടും കാണാൻ പോകുന്നത്. പിന്നെ ഞങ്ങളിങ്ങനെ അവിടെ ഒരുപാട് നടക്കാനുണ്ട്. അപ്പം ഇവിടെ ഇതുവരെ വരാത്തവരോട് ഒത്തിരി നടക്കാനുണ്ട്. നിങ്ങൾക്കിത് അകത്ത് കയറി കഴിഞ്ഞ ഒരു റൗണ്ടാണിത്. അപ്പം ഈ റൗണ്ട് കംപ്ലീറ്റ് നമുക്ക് നടന്ന് വന്നാലേ പറ്റത്തുള്ളൂ. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അവിടുത്തെ താരം, നമ്മുടെ കരടി. ഇതെല്ലാം ഭയങ്കര ഫേമസ് ആണ്. ഇവൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും, എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത് ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന നമ്മുടെ ചെക്കനാട്ടോ. അവൻ ഇതൊക്കെ കണ്ട് നല്ല ആസ്വദിച്ച്, വേറെ കരച്ചിലും ബഹളവും ഒന്നുമില്ല കേട്ടോ. അവൻ്റെ
കണ്ണിൽ എന്തോ പൊടി വീണു കേട്ടോ. അപ്പം ഞങ്ങൾ ജസ്റ്റ് അവൻ്റെ കണ്ണൊന്ന് ഇത് വാഷ് ചെയ്ത് കൊടുക്കുന്നതായിരുന്നു. പിന്നെ അവിടെ ഒരു ബട്ടർഫ്ലൈ പാർക്കുണ്ട്, നല്ല രസമാട്ടോ. അങ്ങനെ അതിനകത്തൊക്കെ കയറി. പിന്നെ ഇതിനകത്തൊരു പാമ്പിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്. ഞാനത് എടുത്തിട്ടില്ല വീഡിയോയ്ക്കകത്ത്, കാരണം നടന്ന് ഞങ്ങളൊക്കെ ഒരു പരുവായി. പിന്നെ കുറച്ച് നേരം നമ്മുടെ വാവേനെ കളിപ്പിച്ചു. അപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവരെയും മുഖം കണ്ടാൽ മനസ്സിലാവും, ഭയങ്കരമായിട്ട് ടയേർഡായി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പോയി കേട്ടോ. ബാക്കി വീഡിയോസും കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ഒത്തിരി ലേറ്റായി പോയി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.